രാജ്യത്ത് ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന സെഗ്മെന്റുകളിൽ ഒന്നാണ് മിഡ് സൈസ് എസ്യുവികളുടേത്. ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ നിരയിലെ ക്രെറ്റ എസ്യുവിയാണ് സെഗ്മെന്റിൽ ഏറെ കാലമായി ആധിപത്യം പുലർത്തുന്നത്. ക്രെറ്റയെ ഭയപ്പെടുത്താൻ മറ്റുള്ള വമ്പന്മാർക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടുമില്ല. മാരുതി വിക്ടോറിയസ്, ടാറ്റ സിയറ എന്നിവർ കളത്തിലിറങ്ങിയിട്ടും ക്രെറ്റയെ പൂട്ടാനുമായില്ല. 2026 ജനുവരിയിലെ വിൽപ്പനയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ശക്തി തെളിയിക്കാൻ ഹ്യുണ്ടായിക്ക് വീണ്ടും സാധിച്ചിരിക്കുകയാണ്. 17,921 യൂണിറ്റുകളുടെ വിൽപ്പനയോടെ ടാറ്റ സിയറ, മാരുതി വിക്ടോറിയസ്, ന്യൂജൻ കിയ സെൽറ്റോസ് തുടങ്ങിയ എതിരാളികളെക്കാൾ മുന്നിലെത്തിയിരിക്കുകയാണ് ക്രെറ്റ ഇപ്പോൾ. വിക്ടോറിയസിന്റെ 15,240 യൂണിറ്റുകളും സിയറയുടെ 7,003 യൂണിറ്റുകളും ഇന്ത്യൻ നിരത്തിലെത്തിയപ്പോൾ സെൽറ്റോസിന്റെ 10,918 യൂണിറ്റുകളാണ് കിയ വിപണനം ചെയ്തത്. കൃത്യമായ ഇടവേളകളിൽ എസ്യുവിയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതാണ് ക്രെറ്റയുടെ വിജയത്തിന്റെ പ്രധാന കാരണം. 2025 കലണ്ടർ വർഷത്തിൽ 2 ലക്ഷത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച് ഹ്യുണ്ടായി ക്രെറ്റ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു. ഒരു കലണ്ടർ വർഷത്തിൽ ഹ്യുണ്ടായുടെ എസ്യുവി നേടുന്ന എക്കാലത്തെ മികച്ച വിൽപ്പന കണക്കുകൾ കൂടിയാണിത്. ആഭ്യന്തര വിപണിയിൽ ഓരോ ദിവസവും 550 ക്രെറ്റകൾ വിൽക്കുന്നുണ്ടെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ക്രെറ്റ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എസ്യുവി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ EX, S ഓപ്ഷണൽ, SX, SX ടെക്, SX ഓപ്ഷണൽ എന്നിങ്ങനെ 7 വേരിയന്റുകളിൽ വിപണിയിലെത്തുന്ന മിഡ് സൈസ് എസ്യുവിക്ക് നിലവിൽ 10.73 ലക്ഷം രൂപ മുതൽ 20.20 ലക്ഷം രൂപ വരെയാണ് വില വരുന്നത്. പെട്രോൾ, ഡീസൽ, ടർബോ പെട്രോൾ തുടങ്ങിയ വൈവിധ്യമാർന്ന എഞ്ചിൻ ഓപ്ഷനുകളിലും മോഡൽ സ്വന്തമാക്കാനാകും. ഹ്യുണ്ടായി ക്രെറ്റയിലെ ആദ്യത്തെ 1.5 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിന് 115 bhp പവറിൽ പരമാവധി 144 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. അതേസമയം മറുവശത്ത് 1.5 ലിറ്റർ U2CR-D ഡീസൽ എഞ്ചിൻ 116 bhp കാര്യത്തിൽ 250 Nm ടോർക്ക് വരെയും 1.5 ലിറ്റർ കാപ്പ ടർബോ GDI പെട്രോൾ ആണെങ്കിൽ 160 bhp പവറിൽ പരമാവധി 253 Nm ടോർക്ക് വരെയും വികസിപ്പിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകൾക്ക് പുറമെ ക്രെറ്റയുടെ ഇലക്ട്രിക് പതിപ്പും ഇപ്പോൾ വിപണിയിലുണ്ട്. 42 kWh, 51.4 kWh എന്നീ 2 ബാറ്ററി പാക്ക് ഓപ്ഷനുകളോടെയാണ് EV വിപണനത്തിനെത്തുന്നത്. സിംഗിൾ ചാർജിൽ ക്രെറ്റ EV യഥാക്രമം 390 കിലോമീറ്ററും 473 കിലോമീറ്ററും റേഞ്ചാണ് വാഗ്ദാനം ചെയ്യുന്നത്. EV മോഡൽ കാര്യമായ രീതിയിൽ ചലനങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിലും വൈദ്യുത വാഹന രംഗത്ത് ഹ്യുണ്ടായുടെ പേര് വളർത്താൻ സഹായിച്ചിട്ടുണ്ട്. ഇൻഫോർടൈൻമെന്റിനും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനുമായുള്ള ഡ്യുവൽ ഡിസ്പ്ലേ, വയർലെസ് ഫോൺ ചാർജിംഗ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, 8 സ്പീക്കർ ബോസ് സൗണ്ട് സിസ്റ്റം, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, പനോരമിക് സൺറൂഫ്, ആംബിയന്റ് ലൈറ്റിംഗ്, ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റുകൾ, 360 ഡിഗ്രി ക്യാമറ, ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, ലെവൽ 2 ADAS പോലുള്ള ഫീച്ചറുകളെല്ലാം ഇതിൽ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി ലെവൽ 2 ADAS ടെക്കിനൊപ്പം 6 എയർ ബാഗുകൾ, ഒരു ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ഓട്ടോ ഹോൾഡോട് കൂടിയ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഹിൽ ഹോൾഡ് കൺട്രോൾ, സ്റ്റെബിലിറ്റി കൺട്രോൾ, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ പോലുള്ള സേഫ്റ്റി ഫീച്ചറുകളും ഹ്യുണ്ടായി ക്രെറ്റയുടെ ടോപ്പ് വേരിയന്റുകളിൽ ഒരുക്കിയിട്ടുണ്ട്.